പടച്ചവനോടുള്ള ആദബും ബഹുമാനം നമ്മൾ പാലിക്കണം. ഇനി ചില അദബുകള് ബഹുമാനങ്ങള് എന്നൊക്കെ നമ്മൾ കരുതുന്നത് അദബുകേടായും സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ അറിവില്ലാത്തവരായതുകൊണ്ട്. ഉദാഹരണത്തിന് പല ആളുകളും കാറിന്റെ പുറത്തെ ചില്ലുമ്മൽ മാഷാ അല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. പുറത്തെ ചില്ലുമ്മൽ തന്നെ മാഷാ അല്ലാഹ്, അല്ലെങ്കിൽ തവക്കൽതു അലല്ലാഹ്. ഒലിപ്പോ അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അത് അദബുകേടായിട്ടാണ് വരിക. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചൊരായത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമവിശുദ്ധിയെ നീ സൂക്ഷിക്കണം. പടച്ചോന്റെ ദാത്തിന് മഹത്തുള്ളതുപോലെ അവന്റെ ഇസ്മുകൾക്ക്, നാമങ്ങൾക്ക് മഹത്തുണ്ട്. അപ്പൊ പടച്ചോന്റെ പേരിന്റെ പവിത്രത പാലിച്ചുകൊണ്ടല്ലാതെ അതിനോട് പെരുമാറാൻ പാടില്ല. അള്ളാഹുവിന്റെ പേര് നമ്മൾ എഴുതി വെക്കുമ്പോ അതിന്റെ ബഹുമാനം മാനിക്കാൻ പറ്റണ രീതിയിലാവണം. കാറിന്റെ ചില്ലുമ്മലും ഓട്ടോറിക്ഷന്റെ പുറത്തും ലോറിന്റെ തലമ്മലും ഒക്കെ ഇത് എഴുതി വെച്ചാല് ഒരു മാവിന്റെ ഓട്ടിൽ കാറ് നിർത്തിയിട്ട മേലെ വരുന്ന കാക്കക്ക് എന്ത് മാഷാ അല്ലാഹ്. കാക്ക ചിലപ്പോ ആ മാഷാ അല്ലാഹ് കൈക്ക് എന്തെങ്കിലും വിടുക, അതിന്റെ വിശുദ്ധി കാക്കാൻ കഴിയില്ല. മഴ പെയ്താൽ സർവ്വ നജസ്സുമുള്ള വെള്ളത്തിലൂടെ കാറ് ഓടിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ പേരിന്റെ മുകളിലേക്കല്ലേ ആ ചെളിവെള്ളം മുഴുവനും തെറിച്ചു വരുന്നത്. അതുകൊണ്ട് ബറക്കത്ത് ഉണ്ട് നാമങ്ങൾ എഴുതി വെക്കുന്നതിന്. നാവുകൊണ്ട് പറയുന്നത് പോലെ തന്നെ എഴുത്തിനും ബറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതൊക്കെ അള്ളാനെ പുകഴ്ത്താനുള്ള വ്യത്യസ്ത വഴികൾ എന്നേ ഉള്ളൂ. ഇടപാടുകളൊക്കെ അങ്ങനെ ഉണ്ട്. പറയാൻ പറ്റാത്തത് എഴുതിയാൽ മതി, ഇനി പറയാൻ പറ്റണോ എഴുതിയാൽ മതിയാവുന്നുണ്ട്. അപ്പൊ എഴുത്തിനും ബറക്കത്തുണ്ട്. അത് കിട്ടാനാണെങ്കിൽ നമ്മൾ വാഹനത്തിന്റെ ഉള്ളില് നല്ല വൃത്തിയിൽ കയ്യും കാലൊന്നും തൊടാത്ത സ്ഥലത്ത് ഉയരത്തിൽ എഴുതി വെച്ചാൽ അതിന്റെ ബറക്കത്തുണ്ടാവും. ഇതുപോലെ പല ആളുകളുടെയും മൊബൈൽ ശബ്ദിച്ചാൽ പുറത്ത് കേൾക്കുന്നത് എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്, അല്ലെങ്കിൽ ബുർദയുടെ വരികളാണ്, പ്രവാചക പ്രകീർത്തനങ്ങളാണ്. നമ്മൾ നല്ല കാര്യമാണെന്ന് കരുതിയിട്ടാണ് റിംഗ് ടൂണായി ഇത് വെക്കുന്നത്. ഇത് 3 തരത്തിൽ നല്ലതല്ലാത്ത കാര്യമാണ്. ഒന്ന്, നമ്മളെ ഒരാൾ വിളിക്കുമ്പോൾ, ഫോൺ ചെയ്യുമ്പോൾ അത് നമ്മളെ അറിയിക്കാനുള്ള ഒരറിയിപ്പിന് വേണ്ടി ഖുർആന്റെ ഒരായത്തിനെ ഉപയോഗിക്കുക എന്നത് തന്നെ ഒരു അപമര്യാദയാണ്, അല്ലെ? ഇതിപ്പോ നമ്മൾ വിളിക്കണ ഇന്നൊരാൾ വിളിക്കുന്നുണ്ട് എന്നുള്ള അറിവ് കിട്ടാനാണ് ഇപ്പൊ ഈ ശബ്ദം വെക്കുന്നത്. അതിന് നമ്മൾ അള്ളാന്റെ ഒരു കലാം വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആനോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവ് തന്നെയാണ്. അതിന് നമുക്ക് കമ്പനി ഇട്ട് തന്ന ഒരുപാട് ഒച്ചപ്പാടുണ്ടല്ലോ, അതിൽ വലിയ ശല്യമില്ലാത്തൊക്കെ ഒന്ന് ചെറുങ്ങനെ വെക്കുക. രണ്ടാമത്തെ അപമര്യാദ എവിടുന്നാ വരുന്നത്? ഇനി ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പം ഫോൺ എടുക്കും. ഫോൺ എടുക്കുമ്പോൾ ഈ ആയത്ത് കട്ടായി പോകുന്ന ചിലപ്പോൾ എവിടെയായിരിക്കും? തെറ്റായ അർത്ഥം തോന്നിപ്പിക്കുന്നിടത്താവാം. അത് കടുത്ത ഒരു അപമര്യാദയാണ്. മൂന്നാമത്, നമ്മളെ ഫോൺ ചെയ്യുന്ന ആൾക്ക് നമ്മൾ എവിടെയാണ് ആ സമയത്ത് എന്നറിയില്ല. നമ്മളാണെങ്കിൽ ഉള്ളത് മൂത്രപ്പുരയിലാണ്, ഫോണാണെങ്കിൽ ട്രൗസറിന്റെ കീശയിലുമാണ്. അതാ ഫോൺ വരുന്നു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ചിലപ്പോ ആ ആയത്തന്നേക്കും കിട്ടൂണ്, അള്ളാഹിന്റെ നാമവിശുദ്ധിയെ കാത്തോളണേ. ഇത് തപ്പിയിട്ട് കിട്ടണില്ല, ഓഫാക്കാണ്ട് കഴിയണമില്ല. ഇത് നടക്കും. അപ്പൊ അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ബുറുദ്ധിയും മറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മൊബൈലിൽ ഉണ്ടായിക്കോട്ടെ. ആവശ്യമുള്ള സമയത്ത് പള്ളിയിൽ നിന്നോ വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് ഖുർആൻ കേൾക്കാം, ഓതാ, അതിനൊക്കെ പറ്റുക സാധനം. എന്നാൽ അതിങ്ങനെ റിംഗ് ടൂണായി വെച്ച് അവിടുന്നും ഇവിടുന്നും കേട്ട് ഒരു അള്ളാന്റെ കലാമും നബിതങ്ങളുടെ മധുവൊന്നും അങ്ങനെ നിസ്സാരമാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ അവരോടൊക്കെ നമ്മൾ കാണിക്കേണ്ട അദബുകളാണ് പെരുമാറ്റത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്.